ലംഘകരില്ലാത്ത രാജ്യമെന്ന തലക്കെട്ടോടെ സൗദിയിൽ നിലവിൽ വന്ന 3 മാസത്തെ പൊതുമാപ്പ് വളരെ പ്രത്യാശ നൽകുന്നതാണ്. തൊഴിൽ ഇഖാമ നിയമലംഘകർ, ഹുറൂബ് ആക്കപ്പെട്ടവർ, വിസ നമ്പറില്ലാത്തവർ, അതിർത്തി നിയമം ലംഘിച്ചവർ തുടങ്ങി സൗദിയിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് ഈ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താനും അതിലൂടെ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങാനും വഴിയൊരുക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ആഴ്ചയിലെ പ്രവാസലോകം നമുക്ക് ആരംഭിക്കാം. പൊതുമാപ്പ് പ്രഖ്യാപനം വന്നതോടെ രാജ്യത്ത് അനധികൃതമായി തങ്ങുന്ന മലയാളികൾ നാട്ടിലേക്ക് മടങ്ങാനൊരുങ്ങുന്നു. ശിക്ഷിക്കപ്പെടാതെ നാട്ടിലെത്താനും നിയമപരമായി വീണ്ടും തിരിച്ചുവരാനും സാധിക്കുമെന്നറിഞ്ഞതോടെ എത്രയും പെട്ടെന്ന് നാടണയാനാണ് ഒളിവു പ്രവാസം നയിക്കുന്നവർ തയ്യാറെടുക്കുന്നത്. ഇങ്ങനെ നാട്ടിലെത്താൻ ആരെ സമീപിക്കണമെന്ന് അന്വേഷിക്കുകയാണ് പലരും. അതിനിടെ അനധികൃതമായി രാജ്യത്ത് തങ്ങുന്ന ഇന്ത്യക്കാരെ നാട്ടിലേക്ക് അയക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് എംബസിയും സാമൂഹ്യ പ്രവർത്തകരും ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഹുറൂബാക്കപ്പെട്ടവർക്ക് പിഴയോ ശിക്ഷയോ ഇല്ലാതെ നാട്ടിലേക്ക് മടങ്ങാമെന്നതാണ് ഇത്തവണത്തെ പൊതുമാപ്പിന്റെ പ്രത്യേകത. ലക്ഷക്കണക്കിന് വരുന്ന ഹുറൂബുകാരിൽ നിരവധി മലയാളികളും ഇതര സംസ്ഥാനക്കാരുമുണ്ട്. അവർക്കാണ് ഇളവ് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നത്. പ്രവാസികൾക്കായുള്ള പുതിയ ചിട്ടി തുടങ്ങാൻ KSFE തയ്യാറെടുക്കുകയാണെന്ന് ധനമന്ത്രി തോമസ് ഐസക്. കിഫ്ബിയുടെ സഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്ന് മന്ത്രി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിശദീകരിച്ചു. കിഫ്ബി വഴി നടപ്പാക്കുന്ന വൻ പദ്ധതിയാണിതെന്നും 10,000 കോടി രൂപയെങ്കിലും ഇതുവഴി സമാഹരിക്കാനാണ് സംസ്ഥാന സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി വിശദീകരിക്കുന്നു. പ്രവാസികൾക്ക് ഓൺലൈൻ വഴി ചിട്ടിയിൽ ചേരാനും ലേലത്തിൽ പങ്കുകൊള്ളാനും സാധിക്കും. ചിട്ടിയിൽ നിക്ഷേപിക്കുന്നതിനാൽ പ്രവാസികളുടെ പണം സുരക്ഷിതമായിരിക്കുമെന്നും സുരക്ഷിത നിക്ഷേപത്തോടൊപ്പം നാടിന്റെ വികസനത്തിൽ പങ്കാളികളാകാൻ പ്രവാസികൾക്കാകുമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തോമസ് ഐസക് പറയുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പ്രവാസലോകം സംപ്രേഷണം ചെയ്ത വീട്ടുജോലിക്കായി ജിദ്ദയിലേക്ക് പോയ സുശീലയുടെ കഥ നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. നിങ്ങൾ ശ്രമിച്ചു നോക്കിയോ? ഈ ഇപ്പം ഇങ്ങനെ പിന്നെ പീഡനം അങ്ങനെ ശാരീരികമായും മാനസികമായിട്ട് ഇവർ പീഡിപ്പിക്കുകയാണ്, ശമ്പളം കൊടുക്കുന്നില്ല. അങ്ങനെയൊക്കെ ആയി പിന്നെ ഷംസീറിനായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഷംസീർ പറയുന്ന 2 വർഷത്തെ എഗ്രിമെൻറ്റിലാണ് കൊണ്ടുവയ്ക്കുന്നത്. ഇനി അത് കഴിയാതെ അവിടുന്ന് പോരാൻ പറ്റിയില്ല. ശാരീരിക മാനസിക പീഡനങ്ങൾ കൊണ്ട് അവശയായിരുന്ന, ഒരിക്കൽ രക്ഷപ്പെട്ടിട്ടും വീണ്ടും സ്പോൺസറുടെ കയ്യിൽ അകപ്പെട്ട സുശീലയെ പ്രവാസലോകം പ്രവർത്തകരുടെ കഠിന പ്രയത്നങ്ങൾക്കൊടുവിൽ നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞു. സുശീലയുടെ ദുരിത കഥ നമുക്ക് ചെവിയോർക്കാം. ഇത്തവണ പ്രവാസ ലോകത്തിന്റെ യാത്ര കുന്നും മലയും ലക്ഷ്യമാക്കിയായിരുന്നു. സൗദിയിലെ വീട്ടുതടങ്കലിൽ നിന്നും പ്രവാസ ലോകം രക്ഷിച്ചുകൊണ്ടുവന്ന സുശീലയെ നേരിട്ട് കാണണം. ഇടുങ്ങിയ വഴിയിലൂടെ സുശീലയുടെ വീട് ലക്ഷ്യമാക്കിയുള്ള യാത്രയിൽ പ്രകൃതി കരിഞ്ഞു നൽകിയ മനോഹരമായ ഈ പച്ചപ്പ് ഉപേക്ഷിച്ച് മരുഭൂമിയിലേക്ക് പോകാൻ സുശീലയെ പോലുള്ളവർക്ക് എങ്ങനെ കഴിയുന്നുവെന്ന് ചിന്തിച്ചുപോയി. സാധാരണ ചതിയന്മാരായ ഏജന്റുമാർ കൂടുതലും കടലോര പ്രദേശത്തെ പാവങ്ങളെയായിരുന്നു ഇങ്ങനെ കയറ്റി അയക്കപ്പെട്ടുകൊണ്ടിരുന്നത്. അടുത്തിടെ പ്രവാസ ലോകത്തിൽ ലഭിച്ച പരാതിയിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി. ഏജന്റുമാരുടെ പുതിയ പരീക്ഷണം ഈ മലയോര പ്രദേശത്തെ ലക്ഷ്യമാക്കിയാണ്. പറഞ്ഞു തന്ന അടയാളങ്ങൾ വെച്ച് അവസാനം സുശീലയുടെ വീട് കണ്ടുപിടിച്ചു. തേയിലത്തോട്ടം തൊഴിലാളിയായി ഉപജീവനം തേടുകയായിരുന്ന ഇടുക്കി വാഗമൺ സ്വദേശി സുശീല കമ്പനി അടച്ചുപൂട്ടലിനെ തുടർന്ന് പട്ടിണിക്കും പരാധീനതകൾക്കും നടുവിലായി. കുടുംബ പ്രാരാബ്ധങ്ങൾക്ക് അല്പമെങ്കിലും അറുതി വരുത്താമെന്ന ചിന്തയാണ് ജീവിത സായാഹ്നത്തിൽ കടൽ കടക്കാൻ സുശീലയെ പ്രേരിപ്പിച്ചത്. വിസ നൽകിയ ഈരാറ്റുപേട്ടക്കാരൻ ഷബീർ പറഞ്ഞതെല്ലാം വിശ്വസിക്കാനേ സുശീലയ്ക്ക് അന്ന് നിർവാഹമുണ്ടായിരുന്നുള്ളൂ. ജീവിതത്തിന് സപ്തവർണ്ണങ്ങൾ നൽകാൻ പറന്നെത്തിയ സുശീലയെ കാത്തിരുന്നത് നരച്ച നിറമുള്ള മരുഭൂമിയിലെ കറുത്ത മനസ്സുള്ള ചിലരുടെ ക്രൂരതയായിരുന്നു. 5 മാസത്തിനുള്ളിൽ 4 മാസം വരെ വീട്ടിൽ നിർത്തി എന്നെ കൊണ്ട് ജോലി ചെയ്യിച്ചിട്ട് 2 മാസത്തെ ശമ്പളം തന്നിട്ട് 2 മാസം കഴിഞ്ഞപ്പോൾ 4 മാസം കഴിഞ്ഞപ്പോൾ അവർ വേറെ വീട്ടിൽ ശമ്പളം തരാതെ കൊണ്ടാക്കിയിട്ട് അവർ 4 മാസം ആക്കി കഴിഞ്ഞപ്പോൾ മോചന സമയം വരെ സുശീലയെ സ്വന്തം വീട്ടിലും മറ്റുള്ളവർക്ക് വലിയ തുകയ്ക്ക് വാടകയ്ക്ക് നൽകിയും വിശ്രമമില്ലാതെ ജോലി ചെയ്യിപ്പിച്ചു വന്നത്.
ശമ്പളമൊന്നും തരത്തില്ല. എൻ്റെ കൂടെ തന്നെ ഒരു പെണ്ണ്, ആന്ധ്രാക്കാരി ഒരു പെണ്ണിനെ അവിടെ നിർത്തിട്ട് അവർക്ക് ഞാൻ വരുമ്പോൾ 6 മാസം ശമ്പളം കൊടുക്കാണ്ട് ശമ്പളം ചോദിച്ചു. ഭർത്താവ് ശമ്പളം കൊടുക്കുന്നുണ്ട്, ഇവള് കൊടുക്കുകയല്ല, ഇവള് തരികയല്ല, ഈ ഭാര്യ തരികയല്ല. മാസങ്ങൾക്ക് ശേഷം ചതി മനസ്സിലാക്കിയ സുശീല ഈ വിവരം നാട്ടിൽ അറിയിച്ചതിനെ തുടർന്ന് ബന്ധുക്കൾ കൈരളി പ്രവാസ ലോകം പ്രവർത്തകരെ സമീപിക്കുകയും സംവിധായകൻ റഫീഖ് റാവുത്തറിന്റെ നിർദ്ദേശപ്രകാരം സൗദിയിലുള്ള പ്രവാസ ലോകം പ്രവർത്തകരായ തബൂക്കിലെ പ്രതിനിധി ഉണ്ണി മുണ്ടുപറമ്പിൽ, റിയാദിലെ നിസാം, ഖസീമിലെ MA സലാം എന്നിവരുടെ സംയോജിതമായ ഇടപെടലും ഇന്ത്യൻ എംബസിയുടെയും സുമനസുകളായ ചില അറബി ഉദ്യോഗസ്ഥരുടെയും സഹായത്താൽ സുശീലയ്ക്ക് നാട്ടിലെത്താൻ കഴിഞ്ഞു. സ്വദേശി വനിതയുടെ അതിക്രൂരമായ മർദ്ദനത്തിൽ ഇടതു ചെവിക്ക് സാരമായി പരിക്ക് പറ്റിയ സുശീലയുടെ കേൾവി ശക്തിക്കും ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. ഇതുവരെ കൈപ്പറ്റിയ ശമ്പളം രഹസ്യമായി സൂക്ഷിച്ചിരുന്നത് പിടിച്ചുപറിക്കാനുള്ള ആ സ്ത്രീയുടെ ശ്രമത്തിന്റെ ഭാഗമായിരുന്നുവത്രേ സുശീലയെ വിവസ്ത്രയാക്കിക്കൊണ്ടുള്ള മർദ്ദനം. സൗദിയിലേക്ക് തൊഴിൽ തേടി പോകുന്നതിന് ആഴ്ചകൾക്ക് മുമ്പാണ് സുശീലയുടെ അച്ഛൻ മരണപ്പെട്ടത്. ദുരിതമോചനം സാധ്യമായ ദിവസം അമ്മയും മരണത്തിന് കീഴടങ്ങി. ഇന്നും അവശേഷിക്കുന്ന കുടുംബ പ്രാരാബ്ധങ്ങൾക്കിടയിലും പ്രവാസ ജീവിതം നൽകിയ ശാരീരിക അസ്വസ്ഥതകൾക്കിടയിലും സ്വന്തം നാടിന്റെ സുരക്ഷയിൽ ജീവിതം തിരിച്ചുകിട്ടിയ നിർവൃതിയിലാണ് ഇപ്പോൾ സുശീൽ. പത്തനംതിട്ട എലന്തൂർ സ്വദേശിയായ ബിനു മുരളീധരൻ. അദ്ദേഹം ഇപ്പോൾ 2.5 വർഷമായിട്ട് ദുബായിൽ ഓട്ടോമൊബൈൽ ജോലി നോക്കുകയാണ്. 2.5 വർഷമായിട്ട് ഇതുവരെയും ഇവിടെ വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചിട്ട് പോലും ആ ചടങ്ങുകൾക്ക് പോലും വരാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ്. ബിനുവിൻ്റെ സഹോദരി വന്നിട്ടുണ്ട് ഇവിടെ, ബിന്ദു. അവരുടെ ഭർത്താവുണ്ട്, അച്ഛനുണ്ട്. ഇവരെല്ലാം വളരെ വിഷമത്തിലാണ്. അവരുടെ വിഷമങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല. അയാളും നിങ്ങളുമാണ് ആകെ സഹോദരനായിട്ടുള്ളത്. അച്ഛനും അമ്മയും മരിച്ചു. രണ്ടുപേരും അടുത്താണോ മരിച്ചത്? അല്ല, അമ്മ ഇപ്പം 2.5 വർഷമായി മരിച്ചിട്ട്. അച്ഛൻ അടുത്ത് മരിച്ചു. അച്ഛൻ ഡിസംബറിൽ. ഈ രണ്ടിനും മകന് വരാൻ പറ്റിയില്ല, വീടുകളിൽ വരാൻ പറ്റില്ല. അമ്മയുടെ കർമ്മത്തിന് വന്നു. അത് വന്നു കഴിഞ്ഞ് 16 കഴിഞ്ഞ് പോയിട്ട് പിന്നെ ഇതുവരെയും വന്നില്ല. എന്താ വരാൻ പറ്റാതിരിക്കുന്നത്? അപ്പൊ അച്ഛൻ എന്തോ ഈ അറ്റാക്ക് നേരത്തെ വന്നിട്ടുണ്ട്. അപ്പം ഇതുപോലെ അണ്ണനോട് വിളിച്ച് പറഞ്ഞു, ഇന്നൊരു മോനെ അപ്പം നാട്ടിൽ വന്നു കഴിഞ്ഞ് എന്നെ കൊണ്ടുപോകണം. അപ്പം എന്നോടും വിളിച്ച് എൻ്റെ ഹസ്ബൻഡിനോടും വിളിച്ച് പറഞ്ഞു, ഇന്ന പോലെ അപ്പം പറഞ്ഞു എൻ്റെ മോൻ വന്നിട്ട് ചികിത്സിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് മുതൽ അച്ഛനും നോക്കിയിരിക്കുക, അവർ വിട്ടിട്ടില്ല. എന്താ കാരണം? ആരുടെ കമ്പനി? മലയാളി, അടുത്തുള്ള ആള് തന്നെ. അയാളെന്താ പറയുന്നത്? അയാള് ഫോൺ എടുക്കുന്നില്ല. അന്ന് അച്ഛൻ മരിച്ചപ്പോൾ ഞങ്ങൾ വിടാൻ പറഞ്ഞപ്പോൾ എന്തോ 20 ദിവസം കഴിഞ്ഞേ വിടത്തുള്ളൂ. സാറേ, അച്ഛൻ മരിച്ചതിൻ്റെ അന്ന് ഞങ്ങൾ പറഞ്ഞ് അച്ഛൻ വന്നിട്ട് ഞങ്ങൾ അടക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നും അവരുടെ അടുത്ത് നേരത്തെ ജോലി ചെയ്തവരൊക്കെ പറഞ്ഞ് കൊണ്ടുപോയേക്കുന്ന ഷിബു എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ഷിബു ചേട്ടൻ നല്ല ആളാണെന്നൊക്കെ പറഞ്ഞിരുന്നു. എല്ലാവരും അവിടെ മിക്കവാറുള്ളവരെല്ലാം കാശുള്ളവരെല്ലാം അവർക്ക് സപ്പോർട്ട് ചെയ്തു. ഞങ്ങൾ പറഞ്ഞു എന്തായാലും ബിനു വന്നിട്ട്, ബിനു എൻ്റെ അച്ഛനല്ലേ, കർമ്മം ചെയ്യാൻ പറ്റുന്നത്. ഞാനാണെങ്കിൽ ഈ കൊച്ചിനെ കൊണ്ടുവന്ന് വിളിച്ചോണ്ട് ഇനി പോകുന്നു. ആ ബിനു എന്ന് പറയുന്നത് എൻ്റെ അളിയനെ നോക്കിയിരുന്നെങ്കിൽ ഈ കല്യാണം നടക്കത്തില്ല. അവരെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഈ മരണം ഉണ്ടായതിന് ശേഷം പറയുന്നു, ഈ ഷിബു പറഞ്ഞു പൈസയ്ക്ക് ഹരി അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു, എത്ര പൈസ വേണമെങ്കിലും വീട്ടിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അച്ഛൻ ബസ്സിലിരുന്ന് മരിച്ചതായതുകൊണ്ട് പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടുന്ന് ഇറങ്ങി. പത്തനംതിട്ട ചെന്നപ്പോൾ ഞാൻ അച്ഛനെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട്, അല്ല ബിനു വന്നതിന് ശേഷം അടക്കത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അങ്ങനെ പറഞ്ഞിട്ട് പോയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത് ബോഡിയും കൊണ്ടിഞ്ഞ് വന്നു. ആ സമയത്ത് ഇവരെല്ലാവരും, പിന്നെ പ്രവീൺ എന്ന് പറയുന്ന വേറെ ചെറുക്കനുണ്ടായിരുന്നു, അവനോട് ഞാൻ ആദ്യം ഇങ്ങോട്ട് വിളിച്ചപ്പോൾ ചോദിച്ചു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞ് ഞാൻ ചോദിച്ചു ഷിബു എന്ന് പറയുന്ന ആൾ എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞത് എനിക്കൊരു ചെറിയ ഞങ്ങളോടെല്ലാം ഇതുപോലെ ഇയാൾ പെരുമാറിക്കൊണ്ടായി ഷിബു എന്ന് പറയുന്നത്. ഷിബു സന്ദീപ് എന്ന് പറയുന്ന ഒരു പാർട്ട്ണർഷിപ്പിലായി ഒരു ഓട്ടോമൊബൈലിൻ്റെ ഇത് തുടങ്ങിയാണ്. അവർ 3-4 വർക്ക്ഷോപ്പ് തുടങ്ങി. ഇവിടെ എല്ലാം ഈ ബിനു എൻ്റെ അളിയനെ ഫസ്റ്റിൽ ഉദ്ഘാടനം ചെയ്യിപ്പിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞ് നമസ്തേ. ഇപ്പം ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ ഓരോ കാര്യം ഇപ്പം ഈ ഇന്നലെ വരെ ഇന്ന് ഞങ്ങൾ ഇതിന് പോകാൻ എൻ്റെ അളിയനോട് സംസാരിക്കാൻ അളിയൻ പറയുന്നത്, ഹരി അതിനൊന്നും പോകണ്ട, എനിക്ക് പാസ്പോർട്ട് വിസ ഇല്ല, അത് മാത്രമേ ഉള്ളൂ, ഇനി അവർ നേരിട്ടെല്ലാം റെഡിയാക്കി തരുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും 2 ദിവസം കൊണ്ട് നല്ല രീതിയിൽ സംസാരിക്കുക എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന്
ആരോ അടുത്തിരിക്കുന്നതിൻ്റെ ഒരു ഭയത്തിൽ സംസാരിക്കുന്നത്. ഇന്നലെ മിസ് കോൾ അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വിളിക്കുന്നത്. ഇന്നലെ ആ മിസ് കോൾ അടിച്ചപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് മിസ് കോൾ അടിച്ചതേ ഉള്ളൂ. പിന്നെ ഇപ്പൊ എന്റെ സഹോദരനെ നാട്ടിലെത്തിക്കണം, അതിനു മുമ്പേ പറഞ്ഞു എന്നെ അങ്ങനെ നാട്ടിലെത്തിക്കണമെന്ന് സഹോദരൻ പറഞ്ഞത്. നിങ്ങൾ എന്ത് വഴിയാണ്? പേരെന്താ കമ്പനിയുടെ ഉടമയുടെ പേര്? കാർവേൾഡ് ഓട്ടോമൊബൈൽ. കാർവേൾഡ് ഈ പയ്യന്റെ അച്ഛൻ മരിച്ച ഉടനെ തന്നെ നമ്മള് ഇവനെ വിളിച്ച് വിവരം അറിയിപ്പിച്ചു. ആരെയാ? ഈ പിന്നെ വിനുവിനെ കൊണ്ടുപോയ ആളിനെ. വിനു ആണെന്ന് വിചാരിച്ച് വിനുവിനോട് ഇങ്ങനെ പറഞ്ഞു. അപ്പം വിനുവല്ല ആയിരുന്നു, ഇത് കൊണ്ടുപോയ ഈ എലന്തൂക്കാരനൊരു പയ്യനായിരുന്നു. അവര് പിന്നെ ഫാമിലിയായിട്ട് രണ്ടുപേരും കൂടെ, ഒന്ന് ആറന്മുളക്കാരനും ഒന്ന് എലന്തൂക്കാരനുമാണ്. ഇവർ രണ്ടുപേരും വിവാഹം കഴിച്ച് മക്കളും ഭാര്യയൊക്കെ ആയിട്ട് ഫാമിലിയായിട്ട് അവിടെ താമസിക്കുക. അപ്പോൾ ഈ പയ്യനെ കൊണ്ടുപോയി 30,000 രൂപ ഇന്ത്യൻ മണിയാണെന്ന് കണക്കാക്കിയാണെന്ന് തോന്നുന്നു ശമ്പളം കൊടുക്കാമെന്നും പറഞ്ഞ് കൊണ്ടുപോയതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ അവനെ ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുക. കാരണം ഇവൻ്റെ പാസ്പോർട്ടും വാങ്ങിച്ച് കൈവശമാക്കി വെച്ചിരിക്കുക. അവൻ തന്തം മരിച്ചു കിടക്കുന്ന ഞാൻ പറഞ്ഞ് എൻ്റെ മോൻ്റെ ഫോണിൽ കൂടെ പറഞ്ഞ് നിൻ്റെ പേരിൽ ഞങ്ങൾ പിന്നെ എംബസിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിന്നെ കേസാവും, നിന്നെ പിടിച്ചകത്തിടും, ലേബർ നിന്നെ പിടിച്ചകത്തിടുമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറയാം വിവരക്കേട് പറയാതിരിക്കെ അരി നിൻ്റെ അച്ഛനോടെന്ന് പറഞ്ഞു. കാരണം ഞാൻ കേരള പോലീസ് ജോലി ചെയ്ത് 16 വർഷം പെൻഷനായൊരു വ്യക്തിയാണ്. അപ്പം ഞാൻ ഈ കാര്യമായ രീതി പറഞ്ഞപ്പോൾ അവൻ പറയുന്നത് വിവരക്കേട് പറയാതിരിക്കാൻ ആ പ്രായമുള്ള ആളിനോട്. അതിന് ശേഷം ഞാൻ നമ്പർ കൊടുത്ത് ആൻ്റണിയുടെ നമ്പർ കൊടുത്ത് എൻ്റെ മോനെ കൊണ്ട് വിളിപ്പിച്ച് ഞാൻ പറഞ്ഞു പിന്നെ നിങ്ങൾ ആൻ്റെ നേരിട്ട് പോയി കണ്ടിട്ട് പരാതി കൊടുക്കുക, പരാതി കൊടുത്തു കഴിയുമ്പോൾ പിന്നെ അദ്ദേഹം വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ആൻ്റോയെ കൊണ്ടും വിളിപ്പിച്ച് കഴിഞ്ഞപ്പോഴും യവന്മാർ കള്ളന്മാരാ. കാരണം ഇവനെ ചെന്നതിന് ശേഷം യവന്മാർ കോടീശ്വരന്മാരായി. കാരണം ഇവനൊരു നല്ല മേശരിയാണ്. കാരണം ഓട്ടോമൊബൈലെല്ലാം പഠിച്ച ഒരു മേശരിയാണ്. അപ്പോൾ അവനെ കൊണ്ട് കോടികൾ ഉണ്ടാക്കുന്നു. തന്ത മരിച്ചു കിടന്നപ്പോൾ പറയാ ഞാരി എന്ന് ഇഷ്ടം പോലെ പൈസ അവിടെ കൊടുത്തു അവരുടെ വീട്ടിൽ ചെന്ന് ഭിക്ഷ യാചിക്കുന്ന രീതിയിൽ ചെന്ന് വാങ്ങിച്ചോളാൻ. സാറേ ഇങ്ങനെയൊക്കെ രീതിയിൽ മലയാളീസിനെ അടിമത്തമായ രീതിയിൽ ജോലി ചെയ്ത് അവരുടെ വേതനങ്ങളും കൊടുക്കാതെ അവരെ പിന്നെ ഭീഷണിപ്പെടുത്തിയിട്ടിരിക്കുക, കൊല്ലും. കാരണം യവന്മാരിപ്പോൾ അവിടുത്തെ പ്രാവശ്യ മലയാളികളുടെ ഒരു സംഘടനയിൽപ്പെട്ട ആൾക്കാരാണ്. കാരണം യവന്മാർക്ക് അവിടെ കേസും കാര്യങ്ങളും ഉണ്ട്. ഇവനോട് പറഞ്ഞ് ഏതാണ്ട് 10 ലക്ഷം ഇന്ത്യൻ മണി അവിടുത്തെ എത്ര കമ്പനിക്ക് എന്ത് കേസുണ്ടായിരുന്നെന്ന് പറഞ്ഞു. പിന്നെ അതിൽ ഒരാൾ നടത്തിയ സന്ദീപ് എന്ന് പറയുന്ന ആളെ നേരത്തെ പിടിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അതിന് 10 ലക്ഷം ഇന്ത്യൻ മണി കണക്കാക്കുമ്പോൾ 10 ലക്ഷം രൂപ കെട്ടിവെക്കണമെന്ന് പറഞ്ഞു. നമുക്കിപ്പോ വിഷയം ഇപ്പോ അതൊക്കെ വിടുക. നമ്മൾക്കിപ്പോ വേണ്ടത് വിനു എന്ന് പറയുന്ന കുട്ടി നാട്ടിലേക്ക് വരണം, എത്രയും പെട്ടെന്ന്. കാരണം ശമ്പളം അമ്മയല്ല, എന്റെ സഹോദരൻ മാത്രമേ ഉള്ളൂ, എനിക്ക് അവനേ ഉള്ളൂ. അപ്പം അവനെ ഇപ്പൊ കൊല്ലുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വെച്ചിട്ടുണ്ടിരിക്കുക. അതുകൊണ്ട് അവൻ പേടിച്ചൊന്നും പറയത്തില്ല. ഞങ്ങൾ ഇത് പ്രാവശ്യ ലോകമായിട്ട് ബന്ധപ്പെടാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു പോകല്ലേ എന്ന് പറഞ്ഞു. കാരണം അവൻ എല്ലാ കാശും കൊടുത്തെന്ന് പറഞ്ഞു. അവൻ ഇവരെ വിട്ടൊന്നും പറയാനൊക്കത്തില്ല. കാരണം ഇവനെ ഇപ്പം അവര് അതിന് ശേഷം ഈ മരണം ഉണ്ടായതിന് ശേഷം മുതൽ ഈ ചാനലുമായിട്ടും ബന്ധപ്പെട്ട് പിന്നെ MP ആയിട്ടും ബന്ധപ്പെട്ട് എന്നിട്ട് ഞാൻ ഇവനോട് പറഞ്ഞു നീ ഒരു അപേക്ഷ എഴുതി മുഖ്യമന്ത്രിക്ക് കൊടുക്കുക. പിന്നെ ഇതിനിടയ്ക്ക് ഈ ആഴ്ച ഞാൻ പോയി വേറൊരാളുമായിട്ട് ആലോചിച്ചപ്പോൾ പറഞ്ഞ് ഈ കേന്ദ്രമന്ത്രി എന്ന് പറയുന്ന MP ആയിട്ട് ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രി സുഷമ സ്വരാജ അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ത്യ എംബസി അറബി എംബസിയുമായിട്ട് നമുക്ക് കോണ്ടാക്ട് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ വരെ ഞാൻ പോയി എല്ലാം അന്വേഷിച്ചെല്ലാം വന്നു. അപ്പൊ നമുക്കിപ്പോ വേണ്ടത് ഇപ്പൊ കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല. നമ്മളിപ്പോ പ്രധാനമായിട്ട് വേണ്ടത് വിനു നാട്ടിൽ വരിക എന്നുള്ളതാണല്ലോ. വെറുതെ ഇപ്പൊ അവരെ പറ്റി നമ്മൾ പഴയ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ പറയാനുള്ളതൊക്കെ പറഞ്ഞു നമ്മൾ കേട്ടു. അപ്പോൾ നമ്മളിപ്പോൾ അവരോട് വെക്കുന്നത് വിനു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ തൊഴിലാളിയെ അവരുടെ കമ്പനി കാർവേൾഡ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് കഴിയുന്നത് വേഗം നാട്ടിലെത്തിക്കണം.
ഇത് മലയാളികൾ തമ്മിലുള്ള ഒരു സ്ഥാപനത്തിലാണ്, മലയാളികളുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനത്തിലാണ് വിനോജ് എന്ന ചെറുപ്പക്കാരൻ വർക്ക് ചെയ്യുന്നത്. അയാളെ പിതാവ് മരിച്ചിട്ട് നാട്ടിലേക്ക് അയക്കാൻ വിസമ്മതിച്ചു. ദീർഘകാലമായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്, അവരുമായിട്ട് വല്ല അടുപ്പത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. പക്ഷേ ഇവർക്ക് അദ്ദേഹത്തെ പിതാവ് മരിച്ച സമയത്തോ അതിനു വേണ്ടുന്ന ഉദയക്രിയ ചെയ്യാനൊന്നും കിട്ടാത്തതിലുള്ള അമർഷവും ദുഃഖവുമാണ് സഹോദരിയും ഭർത്താവും അവരുടെ പിതാവും രേഖപ്പെടുത്തുന്നത്. ഇത് നീട്ടിക്കൊണ്ടുപോകേണ്ടതില്ല എന്നാണ് കാർവേൾഡിൻ്റെ മുതലാളിമാരോട് എനിക്ക് പറയാനുള്ളത്. ആവശ്യമില്ലാത്ത ഒരു വിഷയം നമ്മൾ തലകേറ്റി നടക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കൊരു തൊഴിലാളി ആണ് അയാൾ, അപ്പോൾ വിനുവിന് നാട്ടിൽ വരണമെങ്കിൽ നിങ്ങൾ പാസ്പോർട്ട് കൊടുക്കുക, വിസ അടിച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തിട്ട് കൊടുക്കുക, അയാൾ നാട്ടിലേക്ക് അയക്കുക. അത് വിനുവിൻ്റെയും കൂടി താല്പര്യപ്രകാരം നടക്കുള്ളൂ എന്ന് എനിക്കറിയാം, അല്ലാണ്ടല്ല പറയുന്നത്. ഇപ്പോൾ ഏക സഹോദരിയാണ്, അച്ഛനില്ല, അമ്മയില്ല. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ പോയൊരവസ്ഥയിൽ ഈ സഹോദരി അനുഭവിക്കുന്ന ഒരു ഏകാന്തത ഉണ്ടാവും. അപ്പോൾ വിനു വരുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവും. അപ്പോൾ സംഗതി രമ്യമായിട്ട് പരിഹരിക്കലാണ് കാർവേൾഡ് ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഒഴിവാക്കുക. നമുക്ക് കാര്യങ്ങൾ നടന്നു പോവുകയല്ലേ വീണ്ടും. അപ്പോൾ വിനു നാട്ടിലേക്ക് വരിക, സഹോദരിയെ വന്ന് ആശ്വസിപ്പിക്കുക, കുടുംബവുമായി സ്നേഹത്തിൽ കഴിയുക. അവർ വീണ്ടും നല്ല നിലയിലാണ് നിങ്ങളൊക്കെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുക. എന്തായാലും നിങ്ങളൊക്കെ ഒരു നാട്ടുകാരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കാർവേൾഡിൻ്റെ ആൾക്കാരായാലും ശരി, വിനുവിൻ്റെ ആൾക്കാരായാലും ശരി, ഒക്കെ പരസ്പരം അറിയുന്ന ആളുകളാണ്. അത്യാവശ്യ സാമാന്യ വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളുകളാണ്. തീർച്ചയായിട്ടും അതൊരു ആവശ്യമില്ലാത്ത ഒരു വർത്തമാനത്തിലേക്കൊന്നും കൊണ്ടുപോകേണ്ടതില്ല. കഴിയുന്നതും വേഗം വിനുവിനെ നാട്ടിലയക്കാനുള്ള ഏർപ്പാട് കാർവേൾഡ് ചെയ്യണം. നല്ല രമ്യമായിട്ട് കഴിയേണ്ട ആളുകളാണ്. വിനു നല്ല പണിക്കാരനാണെന്നാണ് ഇവരുടെ വർത്തമാനത്തിൽ നിന്ന് എനിക്ക് അച്ഛൻ മരിച്ചതിന് ശേഷം പിന്നെ ജോലി കയറിയിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇടയ്ക്ക് ചോറ് കൊണ്ടു കൊടുക്കും, അല്ലാത്തപ്പോ സ്വന്തമായിട്ട് വെച്ച് കഴിക്കുക എന്നാ പറയുന്നത്. പിന്നെ ഇടയ്ക്ക് എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു അറിയാ ആരും കാണാതെ ഫോൺ കൊണ്ട് നടന്നോണം, എപ്പോഴും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിക്കണം, അറിയിപ്പിക്കണം. എപ്പോഴും ആളുകൾ നിരീക്ഷിക്കുന്നുണ്ട് ഇയാളെ, ആരെല്ലാം ഫോൺ ചെയ്യുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ. അന്ന് അച്ഛൻ മരിച്ചപ്പോഴും ഇതുപോലെ ഇതിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല, അത്തരത്തിലുള്ള വിഷയത്തിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. വിനു ഒരു സ്വതന്ത്രനായിട്ടുള്ള മനുഷ്യനാണ്, അയാൾ പോന്നോട്ടെ, അയാൾക്ക് ആവശ്യമില്ല. അദ്ദേഹത്തിന് വെളിയിൽ പോയി ആൾക്കാരുമായിട്ട് ഇടപഴകിയുള്ള രീതിയില്ല. കാരണം ഈ പിന്നെ വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടനെ വർക്ക്ഷോപ്പ് ഓട്ടോമൊബൈലിൽ പഠിച്ചു, പിന്നെ വർക്ക്ഷോപ്പുകളിൽ ജോലി ചെയ്ത് വെച്ച് യുവമാർ അടുത്തുള്ള ആൾക്കാരല്ലേ കൊണ്ടുപോയി അവിടെ കൊണ്ടുവന്ന് അമ്മമാർ AC റൂമിനകത്ത്. കാരണം ഈ വർക്ക്ഷോപ്പ് ആണെങ്കിൽ തന്നെ അതിനകത്തെല്ലാം ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവൻ്റെ സംഭാഷണവും ഇവൻ്റെ ഏത് രീതിയിലാണ് അവൻ്റെ ഇതെല്ലാം അവർ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരാളിനെ അപായപ്പെടുത്തിയതിനെ കൊണ്ട് ഏത് സമയം അവന്മാരവിടെ കോടീശ്വരന്മാരാണ്. അങ്ങനൊന്നും ആലോചിക്കേണ്ട, അങ്ങനെ നോക്കൊന്നും ആലോചിക്കേണ്ട കാര്യം. സാറേ ഇന്നത്തെ നടക്കും ഈ ലോകമല്ലേ, നമ്മുടെ മലയാളീസ് അല്ലേ. അല്ല, നമ്മളെ ഇപ്പൊ വിനുവിനെ കിട്ടാൻ വേണ്ടി എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി, അതല്ലേ നമ്മൾ ആവശ്യമുള്ളൂ. നമ്മളിപ്പോൾ അവരിങ്ങനത്തെ ഒന്നും ആലോചിക്കുന്നുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ സൗഹാർദ്ദത്തിൽ കുട്ടിയെ കിട്ടാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തുന്നത്. തീർച്ചയായിട്ടും നമ്മളെ സുഹൃത്തുക്കൾ, പ്രവാസലോക പ്രവർത്തകരൊക്കെ കാർവേൾഡിൻ്റെ ആളുകളെ കണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ച് വിനുവിനെ നാട്ടിലേക്ക് അയക്കണം എന്ന വിനീതമായ അഭ്യർത്ഥനയാണ് എല്ലാവരോടും കൂടി ചെയ്യാനുള്ളത്. ഇത് ഒരു കലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകരുത്. നമ്മൾ മലയാളികളാണ്, എല്ലാവരും ഒത്തൊരുമിച്ച് ജീവിക്കേണ്ടവരാണ്, നാട്ടുകാരാണ്. അതുകൊണ്ട് വിനു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കഴിയുന്നതും വേഗം നാട്ടിലേക്ക് അയച്ച് അവരുടെ സഹോദരിയെ കണ്ട് അച്ഛൻ്റെ വിയോഗത്തിൽ രണ്ടുപേരും ചേർന്നിരുന്ന് ഒന്ന് ആശ്വസിച്ച്, പരസ്പരം പറഞ്ഞ് ആശ്വസിച്ച് ഒന്ന് കഴിയാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങൾ ആലോചിക്കാം. കാർവേൾഡിൻ്റെ മുതലാളിമാരുടെ പേര് ഞാൻ പറയുന്നില്ല, ആവശ്യമില്ലാതെ പറയേണ്ട കാര്യമില്ലല്ലോ. അവരും ന്യായമായ രീതിയിൽ ഇതിനോട് പ്രതികരിക്കും, എൻ്റെ അഭ്യർത്ഥനയെ അവർ മാനിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ കുടുംബത്തെ ഞാൻ തിരിച്ചയക്കുന്നു. നന്ദി. പ്രവാസലോകം തുടങ്ങിയ വർഷം 2 വീട്ടുതൊഴിലാളികളുടെ വിഷയമാണ് ഞങ്ങളെ തേടിയെത്തിയത്. എന്നാൽ ഇക്കഴിഞ്ഞ വർഷം മാത്രം 79 കേസുകളാണ് പ്രവാസലോകം കൈകാര്യം ചെയ്തത്. എന്നാൽ ഈ വർധന ശ്രദ്ധിക്കാൻ നമ്മുടെ ഗവൺമെന്റുകൾക്കോ പോലീസിനോ കഴിയുന്നില്ല എന്നത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു.